ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചു പറഞ്ഞ ആ ഗെയിമിനെ കുറിച്ച് സഞ്ജന എല്ലാവരോടും പറയുന്നു. സഞ്ജനയുടെ വാക്കുകൾ കേട്ട ആ നിമിഷം എല്ലാവരും അങ്ങനെ ഒരു ഗെയിം അവിടെ നടപ്പിലാകുന്നതും അതും സ്വാതിയും ലച്ചുവും തമ്മിലുള്ള ഒരു പരീക്ഷണമാണെന്ന് കൂടി കേട്ടതോടെ ശ്രീദേവി അമ്മയുടെയും മുത്തച്ഛനെയും മനസ്സാകെ തകർന്നു. അവരാകെ വേദനയോടെ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തു നിൽക്കുമ്പോൾ ലച്ചു പറഞ്ഞു, ഇന്നത്തെ ദിവസം ശരിയാണ്, സഞ്ജുവേട്ടന് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടാകുമെന്ന് കാണാം. എനിക്കറിയാം, സഞ്ജുവേട്ടൻ ഇന്ന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ധരിച്ചുകൊണ്ടായിരിക്കും സഞ്ജുവേട്ടൻ ഇവിടേക്ക് വരിക, എനിക്കത് ഉറപ്പാണ് എന്ന് ലച്ചു പറയുമ്പോൾ മുത്തശ്ശനും ശ്രീദേവി അമ്മയും എന്താ അവിടെ സംഭവിക്കുക എന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച്, അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വ്യാകുലപ്പെടുന്നു. അപ്പോഴേക്കും സഞ്ജനയും ദക്ഷയും കൂടി പറഞ്ഞു, ഇന്നറിയാം സഞ്ജുവിന് ആരോടാണ് കൂടുതൽ സ്നേഹമുള്ളെന്ന്, ആരെയാണ് സഞ്ജു കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ഇന്നത്തെ ദിവസം അറിയാം എന്ന് ആലോചിക്കുമ്പോൾ ഉടനെ ലച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചു, പെരുമണ്ണാപുരത്തമ്മേ, ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണേ സഞ്ജുവേട്ടൻ വരാൻ. അപ്പോഴേക്കും സ്വാതിയെ മനസ്സിൽ ചിന്തിച്ചു, ഇവര് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കൊടുത്ത ആ കോട്ടും സ്യൂട്ടും അണിഞ്ഞേ സഞ്ജു ഇവിടെ എത്തുള്ളൂ, അത് തീർച്ചയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ സ്വാതി അങ്ങനെ നിന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സമയം വൈകുന്നു, ആരെങ്കിലും ഞാൻ സഞ്ജുവിനെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, ഞാൻ പോകാം മുത്തശ്ശ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജു വിളിക്കാനായി പോകാൻ ഒരുങ്ങുമ്പോൾ സഞ്ജു അവിടേക്ക് ഇറങ്ങി വരുന്നത് രാജു കാണുന്നു. രാജു വേഗം മുത്തശ്ശൻ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മുത്തശ്ശ, സഞ്ജു വരുന്നുണ്ട്. അത് കേട്ടതോടെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു, സഞ്ജു എന്ത് ധരിച്ചാ വരുന്നത് എന്നറിയാനേ. അങ്ങനെ പ്രതീക്ഷയോടെ എല്ലാവരും അവിടേക്ക് നോക്കുമ്പോഴാണ് സഞ്ജു ലച്ചു കൊടുത്ത ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നെത്തിയത്. പുഞ്ചിരിയോടെ സഞ്ജു അവിടെ വന്ന് നിൽക്കുമ്പോൾ ലച്ചു ആ കാഴ്ച കണ്ട് വലിയ സന്തോഷവതിയായി. സ്വാതി ആകെ നിരാശയോടെ സഞ്ജുവിനെ നോക്കി. താൻ പ്രതീക്ഷിച്ചതുപോലെ കൂട്ടും സ്യൂട്ടും അണിയാതെ സഞ്ജു ലച്ചു കൊടുത്ത ഡ്രസ്സ് ധരിച്ച് വന്നിരിക്കുന്നത് കണ്ട് ആകെ വേദനയോടെ സ്വാതി നോക്കി. അപ്പോഴേക്കും സഞ്ജു വളരെ സന്തോഷത്തോടെ അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് കണ്ട് ലച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, ഹായ്, ഞാൻ കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് സഞ്ജുവിന് ഇട്ടിരിക്കുന്നത് എന്ന് ലച്ചു സന്തോഷത്തോടെ പറയുമ്പോൾ കവിതയും ദക്ഷയും സഞ്ജനയും ഒക്കെ അവർ കളിച്ച ഗെയിം കൃത്യമായി തന്നെ നടപ്പിലായല്ലോ എന്ന സന്തോഷത്തിലായി. സഞ്ജന അതെല്ലാം ഓർത്ത് അങ്ങനെ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ലച്ചു പെട്ടെന്ന് എല്ലാവരെയും നോക്കി പറഞ്ഞു, ഞാൻ കൊടുത്ത ഡ്രസ്സല്ലേ സഞ്ജുവേട്ടന് ഇട്ടിരിക്കുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു ലച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ദക്ഷ സഞ്ജനയെ നോക്കുന്നു. സഞ്ജന പുഞ്ചിരിയോടെ ദക്ഷയെ നോക്കുമ്പോൾ മുത്തശ്ശനെ നോക്കി ശ്രീദേവിയമ്മ നെഞ്ചത്ത് കൈവച്ച് സങ്കടത്തോടെ നിന്നു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, എനിക്കറിയാമായിരുന്നു സഞ്ജുവേട്ടന് എന്നോടുള്ള സ്നേഹം സഞ്ജുവേട്ടൻ കാണിക്കുമെന്ന്, സഞ്ജുവേട്ടൻ ഞാൻ കൊടുത്ത ഡ്രസ്സ് തന്നെ ഇടുമെന്ന് എന്നെല്ലാം ആ സന്തോഷത്തോടെ ലച്ചു വിളിച്ചു പറയുമ്പോൾ ശ്രീദേവി വേഗം സ്വാതിക്ക് അരികിലേക്ക് എത്തി. മോളെ എന്ന് വിളിച്ച് സ്വാതിയെ പിടിച്ച് സങ്കടത്തോടെ സ്വാതിയെ ചേർത്ത് പിടിക്കുമ്പോൾ സ്വാതി എല്ലാവരുടെയും മുന്നിൽ പുഞ്ചിരിയോടെ നിന്നു. കവിതയും സഞ്ജനയും ഒക്കെ ദക്ഷയും എല്ലാവരും അവരാഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ലച്ചുവിനെ മുൻനിർത്തി അവർ നടത്തുന്ന ഗെയിമിൽ കൃത്യമായി ഇരകൾ വന്ന് വീഴുന്നതിന്റെ സന്തോഷമായിരുന്നു അവർ 3 പേരുടെയും. അപ്പോഴേക്കും സഞ്ജന പെട്ടെന്ന് അപ്പുറത്തേക്ക് മാറി നിന്നു. താൻ ചെയ്ത പ്രവൃത്തികൾ സഞ്ജന ഓർമ്മിച്ചു. സഞ്ജുവിനെ കാണാനാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയ സമയത്ത് സഞ്ജുവും സ്വാതിയും കൂടി മുറിയിൽ നിന്ന് സംസാരിക്കുന്നത് സഞ്ജന കേൾക്കാനിടയായി. സഞ്ജന പതിയെ വാതിൽ തുറന്ന് അവരുടെ സംഭാഷണം എന്താന്ന് കാതോർത്തപ്പോ സഞ്ജുവിനോട് സ്വാതി പറഞ്ഞു, ഞാൻ സഞ്ജുവിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നും അത് സഞ്ജുവിന്റെ റൂമിൽ വെച്ചിട്ടുണ്ടെന്നും അതിന് മുകളിൽ ഒരു ഗ്രീറ്റിംഗും ഉണ്ട് എന്ന് സഞ്ജുവിനോട് സ്വാതി പറഞ്ഞിരുന്നു. അത് കേട്ടതോടെ ഏത് ഡ്രസ്സാ, എന്താ വാങ്ങിച്ചത് എന്ന് സഞ്ജു അന്വേഷിച്ചതും അതൊക്കെ ഒരു സർപ്രൈസ് ആണ്, സഞ്ജു അങ്ങനെ ചെന്ന് ഇട്ടുകൊണ്ട് വാ, അപ്പോഴല്ലേ അതറിയൂ എന്ന് പറഞ്ഞ് സ്വാതി സഞ്ജുവിനെ പറഞ്ഞയച്ചത് പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന സഞ്ജന അതെല്ലാം ശ്രദ്ധിച്ചു. ഉടനെ തന്നെ ഇത് ഒരു ഗെയിം തന്നെയാണ്, സത്യത്തിൽ ഇതാണ് അമ്മ എന്നോട് പറഞ്ഞ ആ തുറപ്പിച്ചിട്ട്, ഞാൻ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഉടനെ തന്നെ സഞ്ജന ഓർമ്മിച്ചു, ലച്ചു സഞ്ജുവിന് വേണ്ടി വാങ്ങിച്ച ആ ഡ്രസ്സ് സഞ്ജുവിന്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുമെന്നും സഞ്ജുവിനോട് പറയില്ല എന്നും സഞ്ജുവേട്ടൻ താൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇട്ടുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന് താൻ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണെന്നും സഞ്ജുവിന് ലച്ചുവിനോടുള്ള സ്നേഹം അളക്കാനാണ് താൻ ഈ പരീക്ഷണം നടത്തുന്നത് എന്നുമുള്ള ലച്ചുവിന്റെ വാക്കുകൾ സഞ്ജന ഓർത്തെടുത്തു. ഉടനെ തന്നെ സഞ്ജന വേഗം സഞ്ജുവിന്റെ റൂമിലേക്ക് എത്തുന്നു. സഞ്ജു കുളിക്കാനായി കയറിയെന്ന് ഉറപ്പായതോടെ അവിടെ വെച്ചിരിക്കുന്ന ആ 2 ഗിഫ്റ്റ് ബോക്സും സഞ്ജന ശ്രദ്ധിച്ചു. സഞ്ജു കുളിക്കാനായി കയറിയിരിക്കുന്നത് കൊണ്ട് തൽക്കാലം ഇറങ്ങി വരില്ല എന്ന സന്തോഷത്തോടെ സഞ്ജന വേഗം അകത്തേക്ക് കയറുന്നു. എന്നിട്ട് ലച്ചുവും സ്വാതിയും വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ ഗിഫ്റ്റ് പാക്കറ്റ് തുറന്നു നോക്കുന്നു. അതിൽ ലച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സ് പാവം സ്വന്തം ഭർത്താവിന് വേണ്ടി പാവം പോയി വാങ്ങിച്ചിരിക്കുന്നത് എന്നാലോചിച്ച് തിരികെ ലച്ചു കൊണ്ടുവന്ന കവറിലേക്ക് തന്നെ അത് തിരിച്ചു വെച്ചു. പിന്നീട് ഇത് വെച്ച് ഒരു ഗെയിം ഉണ്ടല്ലോ എന്ന് സഞ്ജന ഓർമ്മിച്ചു. ഉടനെ തന്നെ സ്വാതി കൊണ്ടുവന്ന ആ കവർ നോക്കുന്നു.
അതിൽ സ്വാതി സഞ്ജുവിനായി വാങ്ങിച്ച വലിയ വില കൂടിയ ഒരു കോട്ടും സ്യൂട്ടും കാണുന്നു. അത് കണ്ടതോടെ സഞ്ജന പറഞ്ഞു, ഇത് എനിക്ക് പറ്റിയ ഒരു അവസരമാണ്. എനിക്ക് വീണ് കിട്ടിയ നല്ലൊരു അവസരം. ഇത് ഞാൻ മുതലാക്കുക തന്നെ വേണം എന്ന് സഞ്ജന ഓർമ്മിച്ചു. സഞ്ജന കുറച്ചു നേരം തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ലച്ചു വെല്ലുവിളിച്ചത് ഓർമ്മിച്ചു. സഞ്ജു അന്ന് സ്വാതിയുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞ് സഞ്ജനയുടെ മുന്നിലേക്ക് സ്വാതിയെ നടത്തിക്കൊണ്ടുവന്ന് ലച്ചു വെല്ലുവിളിച്ചത്. അതിനുശേഷം സഞ്ജു എല്ലാവരുടെയും മുന്നിൽ തന്റെ അച്ഛനെ അപമാനിച്ച് പറഞ്ഞയച്ചത് സ്വാതി തന്റെ മുറപ്പെണ്ണാണ് എന്നുള്ള സത്യം അറിയുന്നതിന് മുൻപേ സ്നേഹിച്ചു തുടങ്ങിയവരാണ് ഞങ്ങളെന്നും ഞങ്ങൾക്കിടയിലേക്ക് അനുവാദമില്ലാതെ വലിഞ്ഞു കയറി വന്നത് നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞ് ചന്ദ്രവർമ്മയെ അന്ന് അപമാനിതനായി പറഞ്ഞയച്ചതും ആ വിവാഹ വേദിയിൽ നിന്ന് തന്റെ കഴുത്തിൽ താലി കെട്ടാതെ പറഞ്ഞയച്ചതാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇങ്ങനെ ഒരു പണി കൃത്യമായിട്ടും ദൈവം കൊടുത്തതാണ് എനിക്ക് സന്തോഷിക്കാനായി എന്ന് ആലോചിച്ച് സഞ്ജന വേഗം തന്നെ തന്റെ ആ വൈരാഗ്യ ബുദ്ധി അവിടെ പ്രയോഗിച്ചു. വേഗം സ്വാതി കൊണ്ടുവന്ന ആ കോട്ടും സ്യൂട്ടും വെച്ചിരുന്ന ആ കവറിലേക്ക്, സ്വാതി ഗ്രീറ്റിംഗ് കൂടി വെച്ചിരിക്കുന്ന ആ കവറിലേക്ക് സ്വാതി തന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായി ഗ്രീറ്റിംഗും വെച്ചിരിക്കുന്നത് കൊണ്ട് സഞ്ജു അതെടുക്കുമെന്ന് തീർച്ചയായി. അതുകൊണ്ട് തന്നെ ആ കവറിനുള്ളിലേക്ക് ലച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഗിഫ്റ്റ് എടുത്തു വെക്കുന്നു. അങ്ങനെ ലച്ചു വാങ്ങിച്ച ആ ഷർട്ടും പാൻറ്റും അതിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ആ ജുബയും പാൻറ്റും വെച്ചിട്ട് വേഗം സ്വാതി കൊണ്ടുവന്ന ആ ഗിഫ്റ്റ്, ആ കോട്ടും സ്യൂട്ടും കൃത്യമായി ലച്ചുവിന്റെ കവറിലേക്കും വെച്ച് അത് ഭദ്രമായി അവിടെ ഇരുന്ന കബോർഡിനുള്ളിലേക്ക് എടുത്തു വെക്കണം. അങ്ങനെ സഞ്ജുവിന്റെ ആ ടേബിളിന് മുകളിൽ, ആ ബെഡിന് മുകളിൽ സ്വാതി കൊണ്ടുവന്ന് വെച്ച ആ ഒരു ഗിഫ്റ്റ് ബോക്സ് മാത്രമാക്കി സഞ്ജന മാറ്റുന്നു. അങ്ങനെ ആ ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ലച്ചുവിന്റെ ഗിഫ്റ്റ് എടുത്ത് വെച്ച് വളരെ സന്തോഷത്തോടെ താൻ കൃത്യമായി അവിടെ നടപ്പിലാക്കേണ്ടിയിരുന്ന കാര്യം ചെയ്തു എന്ന ആ അഹങ്കാരത്തിൽ വേഗം സഞ്ജന പുറത്തേക്ക് ഇറങ്ങുന്നു. പാവം സഞ്ജു ഇതൊന്നും അറിയാതെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ആ ഡ്രസ്സ് ധരിച്ചാണ് കൃത്യമായി ഫംഗ്ഷനിൽ എത്തിച്ചേർന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചത് തന്റെ ബുദ്ധിയാണ് എന്ന സന്തോഷത്തിൽ സഞ്ജന 2 ഭാര്യമാരാണല്ലോ സഞ്ജുവിനെ മത്സരിച്ച് സ്നേഹിക്കാനുള്ളത്, എന്തൊരു ഭാഗ്യവാൻ എന്നും മനസ്സിൽ കളിയാക്കിക്കൊണ്ട് സഞ്ജന ഫംഗ്ഷനിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് സഞ്ജന വന്നിരുന്ന് കൃത്യമായി താൻ അവിടെ തന്റെ പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ആ സന്തോഷമായിരുന്നു സഞ്ജനയുടെ മുഖത്ത്. എന്നാൽ ഇതൊന്നും അറിയാതെ സഞ്ജു വേഗം അവിടേക്ക് വന്നിറങ്ങിയതും സഞ്ജനയുടെയും അമ്മയുടെയും കളികൾ ഇതിന് പിന്നിലുണ്ടെന്നറിയാതെ ആകെ പിണങ്ങി വേഗം സ്വാതി പോകാൻ തുടങ്ങുമ്പോൾ ശ്രീദേവി സ്വാതിയെ അവിടെ പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും സഞ്ജു അവിടേക്ക് വന്നതും വേഗം ലച്ചു ഇനി വാ സഞ്ജുവേട്ടാ എന്ന് പറഞ്ഞ് സഞ്ജുവിനെ തന്റെ അരികിലായി പിടിച്ചു നിർത്തുന്നു. ഇനി കേക്ക് കട്ട് ചെയ്യാം എന്ന് ദക്ഷ പറഞ്ഞു. എന്തായാലും കൊള്ളാമല്ലോ, ഇപ്പം സഞ്ജുവിന് ആരോടാണ് സ്നേഹമെന്ന് വ്യക്തമായില്ലേ എന്ന് ദക്ഷ പറയുന്നത് കേട്ട് സഞ്ജു ചോദിച്ചു, സ്നേഹോ ഇതെന്താ നിങ്ങൾ പറയുന്നത് എന്ന് സഞ്ജു ചോദിച്ചതും പെട്ടെന്ന് മുത്തശ്ശൻ ആ സംസാരം ഒഴിവാക്കാനായി പറഞ്ഞു, അതെ ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ലല്ലോ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അത് കേട്ടതോടെ സഞ്ജു പറഞ്ഞു, ശരി കേക്ക് കട്ട് ചെയ്യാം എന്ന് സഞ്ജു സമ്മതിച്ചു. അപ്പോഴേക്കും സ്വാതി അങ്ങ് മാറി നിൽക്കുന്നത് കണ്ട് സഞ്ജു പറഞ്ഞു, സ്വാതി നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സ്വാതിയെ പിടിച്ചു വലിച്ച് തന്റെ അരികിലായി സഞ്ജു ചേർത്ത് നിർത്തുന്നു. സ്വാതി കണ്ണുനീരോടെ സഞ്ജുവിന്റെ അരികിൽ വന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കി പുഞ്ചിരിച്ച് മുഖത്തൊരു പുഞ്ചിരി മാത്രം വരുത്തി വളരെ വേദനയോടെ സ്വാതി സഞ്ജുവിന് അരികിൽ നിന്നും ഞാൻ ആ കേക്ക് മുറിച്ചേക്കാമെന്ന് സ്വാതിയോട് സഞ്ജു പറഞ്ഞത് വേഗം തന്നെ ലച്ചു അതിന് കേക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. വേഗം നാട്ട സഞ്ജുവേട്ടാ എന്ന് പറഞ്ഞ് നൈഫ് കൊണ്ട് സഞ്ജു ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് സഞ്ജുവിന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സഞ്ജുവിനെ വിഷ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം സഞ്ജുവിന് കൊടുക്കാനായി കേക്ക് പീസ് എടുക്കാൻ വേഗം മുന്നിലേക്ക് ശ്രീദേവി എത്തി. ശ്രീദേവി അതിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പീസ് എടുത്ത് സഞ്ജുവിന്റെ വായിൽ വെച്ച് കൊടുത്തു. സഞ്ജു വളരെ സ്നേഹത്തോടെ അമ്മയുടെ വായിലേക്കും ഒരു പീസ് എടുത്ത് വെച്ചു. അതിനുശേഷം സഞ്ജു മറ്റൊരു കേക്ക് കട്ട് ചെയ്തെടുത്ത് വളരെ സ്നേഹത്തോടെ സ്വാതിക്ക് നേരെ നീട്ടി. സ്വാതി എന്ന് വിളിച്ചുകൊണ്ട് സഞ്ജു അത് സ്വാതിയുടെ നേരെ നീട്ടുമ്പോഴേക്കും സ്വാതി വളരെയേറെ സന്തോഷത്തോടെ സഞ്ജു തനിക്ക് നേരെ നീട്ടിയ ആ കേക്ക് പീസ് കഴിക്കാനായി തുറന്നു വരുമ്പോഴേക്കും പെട്ടെന്ന് ലച്ചു സഞ്ജുവിനെ പിടിച്ചു വലിച്ച് തനിക്ക് നേരെയാക്കുന്നു. സഞ്ജുവേട്ടാ എന്ന് വിളിച്ച് തന്നെ നേരെ നിർത്തി കഴിഞ്ഞിട്ട് സഞ്ജുവിന്റെ കയ്യിലിരുന്ന ആ കേക്ക് പീസിൽ നിന്ന് അല്പം കേക്ക് എടുത്ത് സഞ്ജുവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിനുശേഷം സഞ്ജുവിന്റെ കയ്യിലിരുന്ന കേക്ക് പീസിൽ ഒരു അംശം എടുത്ത് ലച്ചുവും കഴിക്കുന്നു. സഞ്ജു ആകെ വേദനയോടെ ലച്ചുവിനെ നോക്കി വളരെ വിഷമത്തോടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തിയെന്നാക്കുന്നു. അതിനുശേഷം വീണ്ടും സഞ്ജു സങ്കടത്തോടെ സ്വാതിയുടെ നേരെ തിരിഞ്ഞ് സ്വാതി എന്ന് പറഞ്ഞ് ആ കേക്ക് പീസ് സ്വാതിക്ക് നേരെ നീട്ടുന്നതും സ്വാതി ആ കേക്ക് പീസിനേക്ക് സഞ്ജുവിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ സഞ്ജുവിന്റെ കൈക്കിട്ട് തട്ടുന്നു. അത് നേരെ സഞ്ജുവിന്റെ ദേഹത്തേക്ക് തന്നെ ചെന്ന് വീണു. സ്വാതി ആകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട്
എല്ലാവർക്കും കാര്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പാവം ലച്ചു അതിശയത്തോടെ നോക്കി നിന്നു. ശ്രീദേവിയും മറ്റെല്ലാവരും ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോൾ സഞ്ജു സ്വാതിയെ വിളിച്ച്, സ്വാതി നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചതും ഉടനെ സ്വാതി കടിച്ചമർത്തി നിന്ന വേദന പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതുപോലെ സ്വാതി സഞ്ജുവിനോട് ചോദിച്ചു. അപ്പോ സഞ്ജുവിന് സ്നേഹം എന്നോടല്ല ഇവളോടാണല്ലേ എന്ന് ദേഷ്യത്തോടെ ലച്ചുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സ്വാതി പറയുന്നു. സ്വാതിയുടെ ആ വാക്കുകൾ കേട്ടതും സഞ്ജു എന്ത് പറയണമെന്നറിയാതെ ആകെ അതിശയത്തോടെ സ്വാതിയെ നോക്കി. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, സഞ്ജു എന്നെ ചതിക്കുകയായിരുന്നു, ഇനി ഞാൻ എന്തിനിവിടെ നിൽക്കണം, വെറുതെ വിട്ടിവേഷം കെട്ട് എന്ന് പറഞ്ഞ് സ്വാതി ഇവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സഞ്ജു സ്വാതിയെ പിടിച്ചു നിർത്തണം. സ്വാതി താൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചതും വിട് സഞ്ജു, എനിക്ക് പോണം, എന്നെ വിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ലച്ചുവിനോടുള്ള സ്നേഹമാണ് സഞ്ജു ഇവിടെ കാണിച്ചത് എന്ന് പറഞ്ഞ് സ്വാതി ദേഷ്യപ്പെടുമ്പോ സഞ്ജു ചോദിച്ചു, എന്താ സ്വാതി, എന്താ സംഭവിച്ചത്? അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് അറിയണോ അല്ലേ എന്ന് പറഞ്ഞ് സ്വാതി വേഗം ആ കേക്ക് എടുത്ത് നേരെ ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കേക്ക് മുഴുവൻ അലങ്കോലമാക്കി കളഞ്ഞിട്ട് സ്വാതി വേഗം പോകാനായി തുടങ്ങുമ്പോൾ സ്വാതി അവിടെ വാതിക്കൽ തൂക്കി വെച്ചിരുന്ന ആ ബലൂണെല്ലാം തല്ലി പൊട്ടിക്കുന്നു. ഇത് കണ്ടതോടെ സഞ്ജു അരികിലേക്ക് എത്തി സ്വാതി എന്ന് വിളിച്ചതും സഞ്ജു സ്വാതിയെ വന്ന് പിടിച്ചതും സ്വാതി പറഞ്ഞു, വിട്, എന്നെ തൊട്ടു പോകരുത്, ഇനി ഒരാളും എന്റെ പിന്നാലെ വന്നു പോകരുത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സ്വാതി വേഗം റൂമിലേക്ക് പോകുന്നു. മുത്തശ്ശനും ശ്രീദേവിയും ഒക്കെ ആകെ വിഷമത്തോടെ ആ ഒരു സിറ്റുവേഷൻ കണ്ടതിന്റെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ, മനസ്സ് തകർന്ന് അവർ വേദനയോടെ നിൽക്കുമ്പോൾ ദക്ഷയും സഞ്ജനയും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. ദക്ഷ സഞ്ജനയോട് പറഞ്ഞു, കമ്പത്തിന് തിരി കൊളുത്തി കഴിഞ്ഞു, ഇനി ഈ മംഗലശ്ശേരിയിൽ വലിയൊരു വെടിക്കെട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് സന്തോഷത്തോടെ അവർ പരസ്പരം പങ്കുവച്ചു. സഞ്ജു എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ ആശ്ചര്യത്തോടെ ഞെട്ടലോടെ നിന്നു. ഈ സ്വാതിക്ക് എന്താ സംഭവിച്ചത്, എന്തു പറ്റി എന്ന് ഒന്നും മനസ്സിലാകാതെ സഞ്ജു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും സ്വാതി റൂമിലേക്ക് എത്തി പറഞ്ഞു, സഞ്ജു അവൻ എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ കൊടുത്ത ആ ഡ്രസ്സ് ധരിക്കാതെ ലച്ചു സമ്മാനിച്ച ഡ്രസ്സും ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഇനിയും ഞാൻ എന്തിനു ഈ വീട്ടിൽ വെറുതെ ഇങ്ങനെ വിഡ്ഢിവേഷം കളിച്ച് ഇങ്ങനെ വെറുതെ ഒരു വിഡ്ഢിവേഷം കളിച്ച് നിൽക്കണം, അങ്ങനെ നിൽക്കേണ്ട ആവശ്യം ഇനി എനിക്ക് എന്താണ്? സഞ്ജുവിന്റെ ഭാര്യയാണ് ലച്ചു എന്ന് പറഞ്ഞ് സഞ്ജുവിനും ഇപ്പോൾ അത് അങ്ങനെയായി മാറിയിരിക്കുകയാണ്, അവളായി തീർന്നിരിക്കുന്നു സഞ്ജുവിന്റെ ഭാര്യ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഒരു അധികപ്പറ്റായി ഞാൻ ഇനി ഇവിടെ ഇല്ല, ഈ വീട്ടിലും ഇല്ല, ഇനി സഞ്ജുവിന്റെ ജീവിതത്തിലും ഇല്ല. സഞ്ജു അവളെ ഭാര്യയായി സ്വീകരിച്ചോട്ടെ, അവളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്റെ ഡ്രസ്സെല്ലാം എടുത്ത് വേഗം ബാഗിലാക്കി എടുത്തു വെക്കണം. അപ്പോഴേക്കും ലച്ചു വാതിക്കലേക്ക് എത്തി. ലച്ചു അരികിലേക്ക് എത്തി സ്വാതിയോട് ചോദിച്ചു, ചേച്ചി, ശ്രീകുട്ടി ചേച്ചി പിണങ്ങി പോവുകയാണോ എന്ന് ചോദിച്ചു. സ്വാതി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ, ഞാൻ എന്തിനാ നിന്നോടൊരു മറുപടി പറയുന്നത്, ഞാനിവിടെ ഒരു അധികപ്പറ്റല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ലച്ചു പറഞ്ഞു, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇന്ന് സഞ്ജുവേട്ടനോട് പിണങ്ങി ചേച്ചി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? സത്യത്തിൽ ചേച്ചിയല്ലേ ഇന്നത്തെ ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കിയത്, ചേച്ചിയല്ലേ കേക്ക് വലിച്ചെറിഞ്ഞ് സഞ്ജുവേട്ടന് നേരെ ദേഷ്യത്തോടെ സംസാരിച്ചത്, ഈ ചേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സഞ്ജുവിനെ തന്നെയും പലപ്പോഴും ദേഷ്യത്തോടെ നോക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ലച്ചു പറയുമ്പോൾ സ്വാതി പറഞ്ഞു, ഞാൻ നിന്നോട് അത് പറയേണ്ട കാര്യമില്ല, എന്തുകൊണ്ടാ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞതും ലച്ചു വേഗം സ്വാതിയോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സഞ്ജുവേട്ടനെ ഇവിടേക്ക് കൊണ്ടുപോകാൻ അന്ന് മുതൽ ഞാൻ കാണുന്നതാണ്, ചേച്ചിക്ക് എന്നോട് വല്ലാത്തൊരു വെറുപ്പും അകൽച്ചയും ഒക്കെ, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല, ഞാൻ ചേച്ചിയോടും ചേച്ചിയുടെ കുടുംബത്തോടും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് ലച്ചു സ്വാതിയോട് ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് സഞ്ജു വാതുക്കലേക്ക് എത്തി. ഉടനെ ലച്ചു പറഞ്ഞു, ചേച്ചി ഒരാളുടെ ഭാര്യയല്ലേ, ഒരു ഭാര്യയുടെ വേദന എന്താന്ന് ചേച്ചിക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചതും ഉടനെ സ്വാതി ലച്ചുവിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഭാര്യയുടെ വേദന എന്താന്ന് ശരിക്കും മനസ്സിലാക്കുന്നവളാണ്, അറിയുന്നവളാണ് ഈ ഞാൻ എന്ന് സ്വാതി ലച്ചുവിനോട് പറയുമ്പോൾ വാതിക്കലേക്ക് സഞ്ജു എത്തുന്നു. സഞ്ജു വന്നത് കണ്ട് ലച്ചുവും സ്വാതിയും സഞ്ജുവിനെ നോക്കി. സഞ്ജു അകത്തേക്ക് എത്തി സ്വാതിയോട് ചോദിച്ചു, സ്വാതി നീ എന്താ ചെയ്യുന്നത്? അപ്പോഴേക്കും സ്വാതി ബാഗ് എടുത്ത് പോകാൻ തുടങ്ങുന്നുണ്ട്. ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടാ ചേച്ചിയോട് പോകരുതെന്ന് പറ. ഉടനെ സ്വാതിയോട് സഞ്ജു ചോദിച്ചു, സ്വാതി നീ എവിടേക്കാ പോകുന്നത്? അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, എനിക്കൊരു വീടുണ്ട്. ഉടനെ സഞ്ജു സ്വാതി എന്ന് പറഞ്ഞ് തോളത്ത് കൈ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തന്റെ തോളിൽ തൊടാനൊരുങ്ങിയ സഞ്ജുവിന്റെ കൈ തട്ടി മാറ്റുന്നു സ്വാതി. തൊട്ടു പോകരുതെന്നെ, എന്നെ തൊടാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് സഞ്ജുവിനോട് പറഞ്ഞു. എന്റെ മുന്നിൽ നിന്ന് മാറ് എന്ന് സഞ്ജുവിനോട് സ്വാതി ദേഷ്യത്തോടെ പറഞ്ഞു.
ആ കാഴ്ച കണ്ട് ലച്ചു സങ്കടപ്പെട്ടു. സഞ്ജു മാറാതെ അങ്ങ് നിൽക്കുമ്പോൾ മാറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സഞ്ജുവിനെ തള്ളി മാറ്റി സ്വാതി തന്റെ ഭാഗം എടുത്തുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു. സ്വാതി എന്ന് സഞ്ജു വിളിച്ചിട്ടും ആ വിളി കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് സഞ്ജുവിനോട് മറുപടി പോലും പറയാതെ സ്വാതി ദേഷ്യത്തോടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാതെ പെട്ടെന്ന് ലച്ചുവിനെ നോക്കി. ലച്ചുവും ഒന്നും മിണ്ടാനാകാതെ വേഗം റൂമിൽ നിന്നിറങ്ങുന്നു. സഞ്ജു അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ തിരിച്ചറിയാതെ എന്താണ് ഇതിന് കാരണമെന്നും എന്തുകൊണ്ടാണ് സ്വാതി ദേഷ്യപ്പെട്ടതെന്നോ ഒന്നും അറിയാതെ ആകെ പകച്ചു നിൽക്കുന്നു.